morning, students. Today we will study a new chapter, Kuttipuram Bridge, written by Edeseri Govindan Nair. It is in Module 3, Stimulation. Edeseri Govindan Nair is a renowned modernist poet and playwright of Kerala. Edeseri was born in Kuttipuram village in a famous Nair Tharwad called Edeseri Kalam. This village is now in Malappuram district. അപ്പോൾ എടശ്ശേരി ജനിച്ചത് കുറ്റിപ്പുറം വില്ലേജിലാണ്. ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു നായർ തറവാടിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് ഗോവിന്ദൻകുട്ടി എന്നാണ്. ഗോവിന്ദൻകുട്ടി വാസ് ലെയിം ബൈ ബർത്ത് വിത്ത് വൺ ലെഗ് സ്ലൈറ്റ്ലി ഡിഫോംഡ്. ഹി ഹാഡ് ടു ബി ക്യാരി ടു ഹിസ് സ്കൂൾ ആൻഡ് ബാക്ക്. അപ്പം എടശ്ശേരിയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു പോയറ്റാണെന്ന് നമ്മൾ പറയുന്നു, ഒരു നാടകകൃത്താണെന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ബാല്യകാലത്ത് എങ്ങനെയാണ് കഴിഞ്ഞു പോയതെന്ന് വെച്ചാൽ, ബാല്യകാലത്തിൽ അദ്ദേഹത്തിന് കാലിലൊരു മുടന്ത് പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സ്കൂളിൽ കൊണ്ടുവയ്ക്കുകയും കൊണ്ടുവരികയും ചെയ്തിരുന്നു. അദ്ദേഹം ജനിച്ചത് കുറ്റിപ്പുറം വില്ലേജിൽ എടശ്ശേരിക്കളം എന്നുള്ളൊരു നായർ തറവാട്ടിലാണ്. He worked as an advocate's clerk at first in Alappuzha and later on in Ponnani till his demise. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിനൊക്കെ ശേഷം അദ്ദേഹം ഒരു അഡ്വക്കേറ്റിൻ്റെ ക്ലർക്കായിട്ടാണ് വർക്ക് ചെയ്തത്, ആലപ്പുഴയിലും പിന്നെ പൊന്നാനിയിലും. എടശ്ശേരി വാസ് അസോസിയേറ്റഡ് വിത്ത് വേരിയസ് ലിറ്റററി ആൻഡ് കൾച്ചറൽ ഫോറംസ് ലൈക്ക് കേരള സാഹിത്യ അക്കാദമി, കേരള സംഗീത നാടക അക്കാദമി ആൻഡ് സമസ്ത കേരള സാഹിത്യ പരിഷത്ത്, ദ സാഹിത്യ പ്രവർത്തക കോഓപ്പറേറ്റീവ് സൊസൈറ്റി, കേരള സാഹിത്യ സമിതി ആൻഡ് കേന്ദ്ര കലാസമിതി. അപ്പോൾ ഒരുപാട് കലാസമിതികളോടൊക്കെ ബന്ധപ്പെട്ടിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് എടശ്ശേരി ഗോവിന്ദൻ നായർ. അദ്ദേഹം നമ്മൾ ഒരു പോയറ്റാന്ന് പറഞ്ഞു, പ്ലേ റൈറ്റാന്ന് പറഞ്ഞു. എടശ്ശേരി വാസ് എ റെസിപ്പിയൻ്റ് ഓഫ് ദ സാഹിത്യ അക്കാദമി അവാർഡ് ആൻഡ് ദ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ പോയട്രി. ഇത് ഒരുപാട് കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് അവാർഡും കിട്ടിയിട്ടുണ്ട്. എടശ്ശേരി ഗോവിന്ദൻ നായർ കവിയായിരുന്നു, നാടകകൃത്തായിരുന്നു. അതുപോലെ മലയാളത്തിലെ പ്രശസ്തനായ കവിയായ അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഒക്കെ ലഭിച്ചിട്ടുണ്ട്. പിന്നെ മരണാനന്തര ബഹുമതിയായി അദ്ദേഹത്തിന് ആശാൻ സ്മാരക കവിതാ പുരസ്കാരവും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എടശ്ശേരി ഗോവിന്ദൻ നായരുടെ ചെറുപ്പകാലത്തിൽ അദ്ദേഹത്തെ സ്കൂളിൽ കൊണ്ടുവയ്ക്കുകയും കൊണ്ടുവരികയും ചെയ്തിരുന്നു. കാരണം കാലിനൊരു വൈകല്യം ഉള്ളതുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ചികിത്സയൊക്കെ ചെയ്തു. അദ്ദേഹത്തിന് ചികിത്സയൊക്കെ ചെയ്ത് പിന്നെ കുറച്ചൊക്കെ നടക്കാനായിട്ട് അദ്ദേഹം ശീലിച്ചു. അപ്പോൾ എടശ്ശേരി ജനിച്ചത് കുറ്റിപ്പുറത്താണെന്ന് പറഞ്ഞു നമ്മൾ. പിന്നെ വലുതായപ്പോൾ അദ്ദേഹം ഒരു അഡ്വക്കേറ്റിൻ്റെ ക്ലർക്കായിട്ട് ജോലി ചെയ്തു എന്ന് പറയുന്നു. Written in the wake of the construction of a bridge across the river Nila, Bharatapuzha, the poem is an expression of the poet's anxiety and uncertainty about the process of modernization and mechanization that is slowly invading the idyllic world around him. ഈ കവിത ഇതൊരു പോയമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ കവിത എന്താണ് പറയുന്നത്? ആദ്യമൊക്കെ നമ്മളൊരു പുതിയ പരിഷ്കാരം വരുമ്പോൾ നമ്മളെല്ലാം നോക്കിക്കാണുന്നത് അതുകൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്കൊരു പ്രോഗ്രസ് ഉണ്ടാവും, പുരോഗതി ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ പിന്നീടാണ് മനസ്സിലാകുന്നത് നമുക്ക് എന്തൊക്കെയോ നഷ്ടപ്പെടുന്നത് പോലെ തോന്നും. അപ്പോൾ ഇദ്ദേഹവും ഈ നീളാ നദിക്ക് കുറുകെ ഒരു പാലം ഉണ്ടാക്കി. ആ പാലം ഉണ്ടാക്കുമ്പോൾ അവരെല്ലാവരും വിചാരിച്ചിരുന്നത് ഇതുകൊണ്ട് ഒരുപാട് പ്രോഗ്രസ് ഉണ്ടാവും, ഒരു നന്മയ്ക്ക് വേണ്ടി, നാടിന് നന്മയ്ക്ക് വേണ്ടിയാണ് ഇതുണ്ടാക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കി. പിന്നീടാണ് അദ്ദേഹത്തിന് ഒരു നഷ്ടബോധം ഉണ്ടായത്, പല കാര്യങ്ങളും നഷ്ടപ്പെടുന്നതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്. The poet feels a dull ache that he cannot fathom, seeing the pristine beauty around him slowly fading. അപ്പം നമ്മൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാട്ടെ, ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുകയാട്ടെ, പാലം ഉണ്ടാക്കുകയാട്ടെ, ആ സമയത്ത് പല കാര്യങ്ങളും നശിപ്പിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്ഥലത്ത് നമ്മളൊരു കെട്ടിടം പണിയുന്നുണ്ടെങ്കിൽ ഒരുപാട് മരങ്ങൾ മുറിക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെയാണ് പാലം പണിയുമ്പോഴും പല കാര്യങ്ങളും അവിടെ നഷ്ടങ്ങളുമുണ്ട്. ഒരു ലാഭത്തിന് വേണ്ടി ഒരു നഷ്ടം എന്ന് പറയുന്ന പോലെ പലതും നഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ കവി അതിനെപ്പറ്റി വിഷമിക്കുന്നതായിട്ടാണ് നമുക്ക് ഈ പോയം കാണുന്നത്.
I have known about the Kuttipuram ferry from my childhood. This poem was born out of mixed feelings I experienced when I crossed the bridge built recently over this river. ഈ നദി അദ്ദേഹം ഈ നിളാനദിക്ക് കുറുകെ ഉണ്ടാക്കിയ ഈ പാലം അതിന് കൂടെ പോകുമ്പോൾ അദ്ദേഹത്തിന് തോന്നിയ ഫീലിങ്സ്, അദ്ദേഹത്തിൻ്റെ വികാരങ്ങൾ, അതൊക്കെയാണ് നമ്മൾ ഈ പോയതിൽ പഠിക്കേണ്ടത്. കുറ്റിപ്പുറം ബ്രിഡ്ജ് വാസ് translated into English by A.J. Thomas, Indian English poet, fiction writer and former editor of Indian Literature and English Bi-monthly of Sahitya Academy, New Delhi. ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഇംഗ്ലീഷിലേക്ക് ആക്കി കൊണ്ടുവന്നത് ആരായിരുന്നു? A.J. തോമസ് പറഞ്ഞ അദ്ദേഹമാണ്. Upon the bridge built recently at a cost of 23 lakhs, I stand proud, my eyes fixed on the dwindling Perar below. അപ്പോൾ ഇതെന്താണ് ഈ കവിത പറയുന്നത്? ദിസ് ഈസ് ദ റിവർ ഓൺ ഹൂസ് സാൻഡി ഷോഴ്സ് ഐ വൺസ് പ്ലേഡ് എൻലെസ് ഗെയിം ഓഫ് പൂതങ്കോൽ, ദ റിവർ ഇൻ ഹൂസ് കൂൾ വേവ്സ് ഐ ഡിപ്ഡ് ഫോർ ഡെയിലി പ്രേയേഴ്സ്. നൗ ഐ സ്റ്റാൻഡ് പ്രൗഡ് ആൻഡ് ടോൾ, ലെവൽ വിത്ത് ദ കിങ് ഫിഷർ, the sparrow and the crane that once flew over here. My eyes were fixed on the Perar below. Here is the river bank that would be washed away. The river was in spate. ഇവിടെ എന്താണ് പറയുന്നത്? ഈ കുറ്റിപ്പുറം ബ്രിഡ്ജിനെ ക്രോസ് ചെയ്ത് നമ്മുടെ കവി ആയ ഇടശ്ശേരി ഗോവിന്ദൻ നായർ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ വികാരങ്ങളാണ് ഈ കവിതയായിട്ട് മാറിയത്. The poem Kuttipuram Bridge was written in the wake of the construction of a bridge across the river Nila, Bharatapuzha. It is an expression of the poet's anxiety and uncertainty about the process of modernization that is slowly invading the rural world around the poet. The bridge here symbolizes modernity. ഇതെന്താണ് കാണിക്കുന്നത്? ഇപ്പോഴത്തെ ഒരു പ്രോഗ്രസ് ആണ് ഈ ബ്രിഡ്ജ് കാണിക്കുന്നത്. പക്ഷേ ഇതിലെന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു വിചാരമാണ് നമ്മളെ കവിക്ക് തോന്നുന്നത്. കുറ്റിപ്പുറം ബ്രിഡ്ജ് എന്ന കവിത എഴുതിയത് നീളാനദിക്ക് കുറുകെ ഒരു പുതിയ പാലം പണിതപ്പോഴാണ്. നീളാനദി, ഭാരതപ്പുഴ, പേരാർ എന്ന പേരുകളിലും വിളിക്കപ്പെടുന്നുണ്ട്. അപ്പം നഗരവൽക്കരണത്തെപ്പറ്റിയും ഗ്രാമങ്ങളുടെ ഭംഗി നശിക്കുന്നതിനെ പറ്റിയുമുള്ള കവിയുടെ ആശങ്കകളാണ് ഈ കവിതയിൽ കാണുന്നത്. ആധുനികതയുടെയും നഗരവൽക്കരണത്തിൻ്റെയും അടയാളമാണ് കുറ്റിപ്പുറം പാലം. അപ്പോൾ ഒരു ആധുനികത അത് സംഭവിക്കുമ്പോൾ എന്തൊക്കെയാണ് നഷ്ടപ്പെടുന്നത്, അതൊക്കെയാണ് നമുക്ക് ഈ പോയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. The poet is nostalgic about a pre-industrialized agrarian past when everyone was living in tune with nature around the banks of Nila. However, because of urbanization, people are alienated from nature. ഇപ്പം ഇതെന്തായി? നഗരവൽക്കരണം വന്നപ്പോൾ ആളുകളെല്ലാം പ്രകൃതിയിൽ നിന്ന് അകന്നു പോവുകയാണ് ഉണ്ടായത്. അപ്പം നഗരവൽക്കരണം വരുന്നത്, ആധുനികത എല്ലാം നല്ലതാണ്. പക്ഷേ ആളുകൾ എന്തായി? പ്രകൃതിയിൽ നിന്ന് വിട്ടുപോകുന്നു, പ്രകൃതിയിൽ നിന്ന് അവർ അകരുന്നു. This idea can be seen in the lines describing the past in which the poet used to play Poothangol, whereas at present the poet stands still with his eyes fixed on the river below. ഈ നദിക്കരയിലാണ് ഞങ്ങൾ കളിച്ചിരുന്നത്, ഈ നദിയിലാണ് ഞങ്ങൾ കുളിച്ചിരുന്നത്, ഈ നദിയിൻ്റെ മുകളിൽ കൂടെ പറന്നിരുന്ന പക്ഷികളെ ഒക്കെ ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അപ്പം വ്യവസായവൽക്കരണത്തിന് മുൻപ് നിളയുടെ ഇരു കരകളിലും മനുഷ്യർ കൃഷിപ്പണികളും മറ്റും ചെയ്ത് പ്രകൃതിയോട് ഇണങ്ങി വളരെ സമാധാനമായി ജീവിക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു. ഈ കാലത്തെ പറ്റിയുള്ള വലിയ ഗൃഹാതുരത്വം കവിക്ക് അനുഭവപ്പെടുന്നുണ്ട്. നഗരവൽക്കരണം ജനങ്ങളെ പ്രകൃതിയിൽ നിന്നും അകറ്റി നദീതീരത്ത് കവി പണ്ട് പൂത്താൻകോൽ കളിച്ച ഓർമ്മയൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തികട്ടി വരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാലത്തിന് മുകളിൽ നിന്നുകൊണ്ട് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന നിളയെ വീക്ഷിക്കാൻ. ഇപ്പം നമ്മൾ നോക്കുമ്പോഴും അതെ, ഭാരതപ്പുഴ വളരെ ചുരുങ്ങിയാണുള്ളത്. നമ്മളിപ്പോൾ അതിലൂടെ ട്രെയിനിലൊക്കെ പോകുമ്പോൾ കാണാം, കുറ്റിപ്പുറത്തൂടെ പോകുമ്പോൾ കാണുന്നത് നദി വളരെ ചെറിയൊരു റിബൺ പോലെയൊക്കെ കാണുന്നത്. കാരണം അത്രയ്ക്ക് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഭാഗത്തും ഉണ്ടായിരുന്ന അവർ കളിച്ചു വളർന്ന കാലമെല്ലാം ഈ കവിക്ക് ഓർമ്മയിൽ വരുന്നുണ്ട്. നമുക്ക് ഈ പോയം കണ്ടിന്യൂ ചെയ്യാം.